ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി ഫുഡ് വീഡിയോ ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അമ്മൂമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, എന്തായാലും സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും ചേട്ടനും കൂടി രാവിലെ തന്നെ കടയിൽ പോയിട്ട് ഫ്രൂട്ട് സലാഡിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങളുടെ പണി കണ്ടപ്പോൾ ഇന്നെങ്ങും പണി തീരൂലെന്ന് വിചാരിച്ചിട്ട് അമ്മയും ഞങ്ങളുടെ കൂടെ കൂടി. പിന്നെ നിങ്ങൾ ഈ കാണുന്ന രംഗം വെറും പ്രഹസനം മാത്രം. മോളെ, നീ അങ്ങോട്ട് മാറിയിരിക്കും, ഞാനിപ്പോൾ സെറ്റാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത്. അമ്മ അവിടെ 2 ആപ്പിൾ അരിഞ്ഞു കഴിഞ്ഞിട്ടും ഒരാപ്പിളിൻ്റെ പകുതിയുടെ പകുതി പോലും ഇവിടെ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആപ്പിളിൻ്റെ പണി ഏകദേശം ഒതുങ്ങിയതിന് ശേഷം ഞങ്ങൾ മാതള നാരങ്ങയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ മാതള നാരങ്ങയുടെ പണി ഏകദേശം ഒതുങ്ങിയതിന് ശേഷം ആപ്പിൾ ഞങ്ങൾ കുനുകുനാന്ന് അരിഞ്ഞു. കുനുകുനാന്നല്ല, കുറച്ച് വലിയ കഷ്ണമാക്കി തന്നെയാണ് അരിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ചെറി എടുത്തു. ഇതിന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കാരണം രക്ഷപ്പെട്ടു. അതിനുശേഷം തണ്ണിമത്തൻ എടുത്തു. തണ്ണിമത്തൻ ഇതിന് ഇടണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുക്കാമെന്ന് കരുതി. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സ് എടുത്തു. പിസ്ത, ബദാം, കാഷ്നട്ട്, ഉണക്കമുന്തിരി, അങ്ങനെ കുറച്ചെണ്ണം. പിസ്തയുടെ തൊണ്ട് പൊളിക്കാനായിട്ട് ഭയങ്കര ഭാരിച്ച പണിയായതുകൊണ്ട് അത് ഞാൻ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഏറ്റെടുത്തു. അങ്ങനെ നട്ട്സൊക്കെ നന്നാക്കിയതിന് ശേഷം ഞങ്ങൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷം ഞങ്ങൾ ആദ്യം അരിഞ്ഞു വെച്ച ആപ്പിള്, തണ്ണിമത്തൻ, മാതള നാരങ്ങ, പിന്നെ നമ്മുടെ ചെറി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന അമ്മൂമ്മയുടെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തട്ടിക്കൂട്ടി ഞങ്ങൾ എല്ലാ ഫ്രൂട്ട്സും കൂടി ഒരു ഗ്ലാസ്സിലിട്ടു. വാനില ഐസ്ക്രീം എടുത്തു. ആ ഐസ്ക്രീമിൻ്റെ മേലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് ഇട്ടു. പിന്നെ ഒരു പേരിന് കുറച്ച് ബൂസ്റ്റും ഇട്ടു. അങ്ങനെ ഫ്രൂട്ട്സ് സലാഡ് കഴിക്കാനായിട്ട് കൊതിയോടെ ഇരിക്കുന്ന അമ്മൂമ്മയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടു ചെന്നു. അതിൻ്റെ റിസൾട്ട് കാണാം. തണുപ്പുണ്ടാവട്ടെ മറ്റേ ശകലം വെച്ചാൽ. അങ്ങനെ ഞങ്ങളുടെ പരിപാടി സക്സസ് ആയ സന്തോഷത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.